ഹലോ, നമസ്കാരം. എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ഈ പൂവ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വേനൽക്കാലം കഴിഞ്ഞ് പെയ്യുന്ന ആദ്യത്തെ മഴയിൽ തന്നെ പറമ്പിലും തൊടിയിലും ഒക്കെ മുളച്ചു പൊന്തിയിട്ടുണ്ടാവും മനോഹരമായ ഈ പൂക്കൾ. ഏപ്രിൽ ലില്ലി എന്നറിയപ്പെടുന്ന ഈ പൂക്കളാണ് ഇന്ന് പൂക്കൂട നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് മനോഹരമായി ഈ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. പൂവിൻ്റെ ഈ നിറം കിട്ടുന്നതിനായി ടിഷ്യൂ പേപ്പർ ആദ്യം നമുക്ക് കളർ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ചും ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ നിറങ്ങൾ ഓരോന്നും ഓരോ പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മടക്കിയെടുത്ത് ആദ്യം ഇതിൻ്റെ ഒരു വശം ഈ റെഡിലും അടിവശം പച്ച കളറിലും മുക്കി ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഉണക്കിയെടുത്ത ടിഷ്യൂ പേപ്പർ ചെറിയ ചൂടിലൊന്ന് അയൺ ചെയ്തെടുക്കാം. ഈ പൂവിന് 6 ഇതളുകളാണ് ഉള്ളത്. 3 ചെറിയ ഇതളുകളും 3 വലിയ ഇതളുകളും. ആദ്യം നമുക്ക് ആ ഓരോ ഇതളുകളുടെയും പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. പാറ്റേൺ ഉപയോഗിച്ച് ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്ക് ഓരോ ഇതളുകളായി കട്ട് ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടതിന് ശേഷം ആ പാറ്റേൺ വെച്ച് നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 ചെറിയ ഇതളും 3 വലിയ ഇതളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പൂവിന്റെ മധ്യഭാഗത്തുള്ള ഈ ഭാഗം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് വെള്ള ക്രേപ്പ് പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ഒരുമിച്ച് പിടിച്ച് നമുക്ക് ഇതുപോലൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ഒരിക്കൽ കൂടി ചുരുട്ടിയെടുക്കാം. അതിനുശേഷം അവ ആദ്യം ഈ ഫെവിക്കോളിലും പിന്നീട് മഞ്ഞൾപ്പൊടിയിലും മുക്കി ഉണക്കിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഓരോ പെറ്റലിലും നമുക്ക് ഓരോ ഗോൾഡൻ വയർ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടായി മടക്കിയിട്ട് ഓരോ പെറ്റൽസും കട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് എളുപ്പമായിരിക്കും ഈ ഗോൾഡൻ വയർ ഒട്ടിച്ചെടുക്കാൻ.
ഇനി നേരത്തെ നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്ന ക്രേപ്പ് പേപ്പർ എടുത്ത് ഒരു കമ്പിയിൽ നമുക്ക് നൂല് കൊണ്ട് ചുറ്റി ഉറപ്പിച്ചെടുക്കാം. അല്പം ഫെവിക്കോൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഓരോ പെറ്റൽസായി ഇതിൽ നമുക്ക് നൂലും ഫെവിക്കോളും ഉപയോഗിച്ച് ഉറപ്പിച്ചെടുക്കാം. ആദ്യം ചെറിയ പെറ്റൽസ് 3 പിന്നീട് വലിയ പെറ്റൽസും വെച്ച് പൂവിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. ചെറിയ പെറ്റൽസ് 3 വെച്ച ശേഷം അതിൽ ഓരോന്നിൻ്റെയും ഗ്യാപ്പിലായി ബാക്കി 3 പെറ്റൽസ് കൂടി വെച്ച് ഫെവിക്കോളും നൂലും ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഈ ഭാഗത്തായി കളർ ചെയ്ത ഗ്രീൻ പേപ്പറിന്റെ ബാക്കി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. തണ്ടിന് കട്ടി കൂട്ടുന്നതിനായി കുറച്ച് കട്ടിയിൽ തന്നെ ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചെടുക്കാം. മുട്ട് പൊതിഞ്ഞിരുന്ന ഭാഗം കൂടി നമുക്ക് ഈ ക്രേപ്പ് പേപ്പറിൽ നിന്ന് വെട്ടി പൂവിൻ്റെ ചുവട്ടിലായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി തണ്ടിന് കട്ടി കൂടുന്നതിനായി കുറച്ചധികം ക്രേപ്പ് പേപ്പർ 1, 2, 3 ലെയറായി നമുക്ക് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ പൂവ് അതിൻ്റെ ഷേപ്പിൽ വിടർത്തിയെടുക്കാം. അങ്ങനെ ഷേപ്പിൽ വിടർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പെറ്റലിനുള്ളിലും നമ്മൾ ആ ഗോൾഡൻ വയർ വെച്ചിട്ടുള്ളത്.
മനോഹരമായ ഏപ്രിൽ ലില്ലി തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തെടുക്കാം. മനോഹരമായ മറ്റൊരു പൂവുമായി പൂക്കൂടയിൽ ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.